വണ്ടി ഗിയർ ഫസ്റ്റിലായിരിക്കണം. ആരും സംസാരിക്കില്ല. പത്താനായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യപ്പെട്ടു. നമ്മളിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ ആൾക്കാർ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കലും പാമ്പ് കടിയായിട്ട് മരിക്കലും അങ്ങനെയൊക്കെ പല അപകടങ്ങളും സംഭവിക്കും. ഇപ്പൊ ഞങ്ങളെപ്പോലെ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ അത് ഇറങ്ങാൻ അലോഡ് ചെയ്യില്ല. അതൊക്കെയാണ് ഏറ്റവും വലിയ. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് വാൽപ്പാറയിൽ നിന്നും പറമ്പിക്കുളത്തേക്കാണ്. ചാലക്കുടി അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് വന്നതിന്റെ വീഡിയോ വിഷ്വൽസ് എല്ലാം നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് പറമ്പിക്കുളത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. നമ്മൾ മലക്കപ്പാറയിൽ കണ്ടതുപോലെ തന്നെ ഫുള്ള് കോട നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് വാൽപ്പാറയിൽ നിന്നും പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിൽ നമുക്ക് കിട്ടിയത്. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാമായിരുന്നു. ഈ കാണുന്നതാണ് വാൽപ്പാറയിലെ വാട്ടർഫോൾ എസ്റ്റേറ്റിന്റെ കീഴിലുള്ള തേയിലത്തോട്ടങ്ങൾ. അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് വരുന്ന ഒട്ടുമിക്കുന്ന ടൂറിസ്റ്റും ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് കൂടുതലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മനോഹരമാണ്. ഇവിടെ എത്തുന്നവർക്ക് അത്യാവശ്യം ചായയും ചെറിയ ചെറിയ ഭക്ഷണങ്ങളും കഴിക്കാനുള്ള ഒരു കട ഇവിടെയുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് പുള്ളിക്കാരനൊന്നും ഇവിടെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഈ യാത്രയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഞങ്ങൾ സമയം ചെലവഴിച്ചത് ഈ ഒരു ഏരിയയിലാണ്. അത് അത്ര മനോഹരമായതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. ഏകദേശം 42ഓളം ഹെയർ പിന്നുകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് എത്താൻ. ഈ ഹെയർ പിന്നുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിയിൽ ചെല്ലുമ്പോഴാണ് ആലിയാർ ഡാം എത്തുന്നത്. ആലിയാർ ഡാമിൽ നിന്ന് നമുക്ക് ആനമലയിൽ ചെന്നിട്ട് ആനമലയിൽ നിന്ന് സേതുമല എത്തി അവിടെ നിന്ന് അപ്പുറത്താണ് നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകാനുള്ളത്. അങ്ങനെ 42 ഹെയർ പിന്നും കഴിഞ്ഞ് നമ്മളങ്ങനെ ആലിയാർ ഡാമിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് നേരം ആലിയാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു വെജിറ്റബിൾ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറി ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണമായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ സമയം കുറവായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പറമ്പിക്കുളത്തേക്കുള്ള യാത്ര പിന്നീട് ആരംഭിച്ചു. ഈ പറമ്പിക്കുളം ശരിക്കും നമ്മുടെ കേരളത്തിന്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് അവിടെ എത്തിപ്പെടണമെങ്കിൽ തമിഴ്നാടിന്റെ ഉള്ളിലൂടെ അല്ലാതെ ചെല്ലാൻ പറ്റുന്നതല്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ അതിരപ്പള്ളി വഴി വാൽപ്പാറ വഴി വരികയോ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴിയോ ആണ് നമുക്ക് പറമ്പിക്കുളത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്.
കേരളത്തിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് വരാൻ വേണ്ടി എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനമല എത്തി ആനമലയിൽ നിന്നും സേതുമട വന്ന് അവിടെ നിന്ന് ടോപ്പ് സ്ലിപ്പ് കടന്നിട്ട് വേണം പറമ്പിക്കുളത്തേക്ക് എത്താൻ. ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്നത് പറമ്പിക്കുളം പോലെ തന്നെ വേറെ ഒരു സഫാരി സെന്ററൊക്കെ ഉള്ള ഒരു തമിഴ്നാടിന്റെ സ്ഥലമാണ്. ഇത് ടോപ്പ് സ്ലിപ്പ് തമിഴ്നാടിന്റെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെയും നമ്മൾ നിശ്ചിത തുക അടിച്ച് എൻട്രി ഫീ ഒക്കെ അടച്ചിട്ട് വേണം നമുക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റോട്ട് എത്താൻ. ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റുകയുള്ളൂ. നമ്മ പോയത് ഒരു ദിവസമായത് കൊണ്ട് തന്നെ അവിടേക്ക് അധികം യാത്രക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അധികം ബ്ലോക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് പറമ്പിക്കുളത്തേക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ ടോപ്പ് സ്ലിപ്പിലെ നല്ല ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഫ്രണ്ടിലായിട്ട് 2 സാമ്പാർ ഡിയർ റോഡിന് കുറുകെ ചാടി പോകുന്നുണ്ടായിരുന്നു. അവർ പോയ വഴി ഞങ്ങൾ കുറച്ചു നേരം പോയി നിന്ന് നോക്കിയതിന് പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. നമ്മുടെ സാധാ മാനുകളെ പോലെ എപ്പോഴും പുള്ളിമാനെ പോലെ ഫ്രണ്ടിൽ അങ്ങനെ നിന്ന് തരാത്തൊരു പ്രത്യേകതരം മാനുകളാണ് ഈ സാമ്പാർ ഡിയർ. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മിക്കതും ചാടി പോവാറാണ് പതിവ്. തമിഴ്നാട്ടിലൂടെയാണ് പറമ്പിക്കുളത്തേക്ക് വരേണ്ടതെങ്കിലും കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1973 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചെങ്കിലും 2010 ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. അങ്ങനെ നമ്മൾ വീണ്ടും കേരള ബോർഡർ കടന്ന് പറമ്പിക്കുളത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയും ഇതുപോലെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസും വണ്ടിയുടെ കാര്യങ്ങൾ എത്ര പേരുണ്ട് അങ്ങനെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് അവിടെ ഒരു നിശ്ചിത ഫീസ് 10-20 രൂപ അങ്ങനെ എന്തൊക്കെ അടച്ച് നമ്മൾ വീണ്ടും പറമ്പിക്കുളത്തേക്കുള്ള യാത്ര എൻട്രി ചെയ്തിരിക്കുകയാണ്. തമിഴ്നാടിന്റെ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് പറമ്പിക്കുളത്തേക്കുള്ള ദൂരം. ഈ ദൂരത്തിനിടയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ യാത്രയിൽ നമുക്ക് വന്യമൃഗങ്ങളും കൂടുതലും പുള്ളിമാനും അങ്ങനെയുള്ള മൃഗങ്ങൾ എപ്പോഴും റോഡിനെ കുറുകെ ചാടുന്നതാണ്. അപ്പോൾ ഇതൊരു ശ്രദ്ധ വേണ്ടതാണ് എല്ലാവർക്കും. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം വണ്ടിയായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തത് വീണ്ടും ഒരു ടിക്കറ്റ് കൗണ്ടറാണ് കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടെടുത്തൊക്കെ എൻട്രി ഫീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷെ നമുക്ക് സഫാരിക്ക് കയറാനുള്ള ടിക്കറ്റും പിന്നെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേയുടെ ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഏൽപ്പിക്കേണ്ടത്. ഈ കാണുന്ന ബോർഡിൽ നമ്മളുടെ ഇവിടുത്തെ സഫാരി സ്റ്റേയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പറമ്പിക്കുളത്തേക്ക് വരുമ്പോഴുള്ള പ്ലാൻ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബസ് സഫാരി ഉണ്ട്. അത് എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു നമ്മളിവിടെ എത്തിയിരുന്നത്. പക്ഷെ തിരക്ക് കുറവായതുകൊണ്ടും ഒരു ബസ്സിൽ പോകാനുള്ള ആൾക്കാരില്ലാഞ്ഞത് കൊണ്ടും നമുക്ക് ബസ് സഫാരി എടുക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ കാറുള്ളത് കൊണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ അവരുടെ ഒരു ഗൈഡിനെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടി ചെറിയ വണ്ടി ആയതുകൊണ്ട് അത് കയറി പോകുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് അവരുടെ ഗൈഡിന്റെ ഒപ്പം പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു നിശ്ചിത തുക അവിടെ അടയ്ക്കേണ്ടതുണ്ട്. അതും അടച്ച് അവരുടെ ഗൈഡിന്റെ ഒപ്പം നമ്മൾ യാത്ര തുടങ്ങി. ഇവിടുത്തെ ഗൈഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും ഇവിടെ തന്നെ പറമ്പിക്കുളത്ത് തന്നെ ജനിച്ചു വളർന്ന് ജീവിച്ചവരാണ്. കാടിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ഡീറ്റെയിലായി അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ നമുക്കത് വളരെ ഗുണപ്പെട്ടു. പിന്നെ നമ്മുടെ കൂടെ വന്നു വെച്ചിരുന്ന ഗൈഡ് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാ സ്ഥലങ്ങളും അതിന്റെ കാര്യങ്ങളും പുള്ളി നല്ല വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായിരുന്നു.
നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ്. പറമ്പിക്കുളത്തിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സ്റ്റേയും സഫാരിയും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ കണ്ട സ്റ്റേക്ക് ഏകദേശം 10,000 രൂപ അടുത്താണ് പാക്കേജ്. അത്യാവശ്യം മൃഗങ്ങൾ കാര്യങ്ങളെല്ലാം വേനൽ സമയത്താണെങ്കിൽ ഇതിന്റെ മുമ്പിൽ തന്നെ വരുമെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞപ്പോൾ എവിടുന്ന് ഒരു അലാം കോൾ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 2-3-4 മാനുകൾ അവിടെ പേടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഈ അലാം കോൾ ഇടുന്നത് ഇവർ പറയുന്നത് പുലിയോ കരടിയോ അവരെ മാനെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്ന എന്തെങ്കിലും, അവരെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവരങ്ങനെ അലാം കോൾ ഇടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവരെ നോക്കി നിന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കാണാഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടിയുമായി ഫ്രണ്ടോട്ട് പോരുകയായിരുന്നു. ബസ്സിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേയേറെ സ്ഥലങ്ങൾ പോകാൻ പറ്റാതെയായി. നമ്മുടെ വണ്ടി ചെറുതായതുകൊണ്ടും അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളും, ടീക്ക് മ്യൂസിയം അങ്ങനെയുള്ള മിക്ക സ്ഥലങ്ങളും നമുക്ക് പോകാൻ പറ്റാതെയായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരങ്ങളിലൊന്ന് നമ്മുടെ പറമ്പിക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചെറിയ കാറായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റുന്ന മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഗൈഡിന്റെ സഹായത്തോടെ പോവുകയുണ്ടായി. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് മഴക്കാലമായത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ചെടികളൊക്കെ വളർന്ന് പന്തലിച്ചിരുന്നു. ഒരു കൂട്ടം ആനകൾ അവിടെ നിൽപ്പുണ്ടായെന്ന് ഗൈഡ് പറഞ്ഞെങ്കിലും നമുക്ക് ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്ക് ഡാമൊക്കെ കണ്ടിട്ട് വരാം, തിരിച്ചു വരുമ്പോൾ ആന മിക്കവാറും റോഡിന് വട്ടം നിൽപ്പുണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം നേരെ പറമ്പിക്കുളം ഡാമിന്റെ കാഴ്ചകൾ കാണാനാണ് പോയത്. ഡാമിന്റെ കാഴ്ചകളും കണ്ട് നമ്മൾ അത്യാവശ്യം കറക്കവും കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോരാ. ഗൈഡ് പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത് ഡാമിന്റെ അപ്പുറം ഭാഗത്ത് നെല്ലിയാമ്പതി അങ്ങനെ എന്തോ ആണെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയിലെത്താമെന്നാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെയാണ് ഷോളയാർ കാട്ടിലേക്കും. അവർക്ക് ഇവിടുന്ന് വാൽപ്പാറയിലേക്കും ആ ഭാഗത്തേക്ക് പോകാൻ ഏകദേശം 4-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ റോഡിന്റെ വട്ടം ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് അവർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയപ്പോൾ തന്നെ ഗൈഡ് പറഞ്ഞു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആനയുടെ മുമ്പിലും കാട്ടുപോത്തിന്റെ മുമ്പിലൊക്കെ വണ്ടി ഓഫായത് കൂടുതലും നോക്കണം. അവർക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആയി കഴിയുമ്പോൾ അവരെന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് വെച്ച് കാട്ടുപോത്തുകൾ മാറിയപ്പോൾ പയ്യെ അങ്ങോട്ട് പോന്നു. ട്രക്കിങ്ങിന് പോണ
അങ്ങനെ സഫാരി കഴിയാൻ ഏകദേശം കിലോമീറ്ററുകൾ ബാക്കിയുള്ളപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന ആനകളെല്ലാം തിരിച്ച് റോഡിന്റെ സൈഡിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കാട്ടിൽ വെച്ച ആനകളെ നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അതുങ്ങൾ എപ്പോഴും പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഒരു ദിവസം ഏകദേശം 150 കിലോ മുതൽ അങ്ങോട്ട് ഫുഡ് കഴിക്കുമെന്നാണ് ആനകളുടെ കാര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പറമ്പിക്കുളത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.